Hi everyone. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആണ് മിക്സ്ചേഴ്സ്. ഓക്കെ, ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു കോമ്പൗണ്ട്സ് എന്നാണ് വിത്ത് എ ലോട്ട് ഓഫ് ഡീറ്റെയിൽസ്, റൈറ്റ്? സോ ദാറ്റ് വാസ് ഓൾ അബൌട്ട് പ്യുവർ സബ്സ്റ്റൻസസ്, റൈറ്റ്? ആൻഡ് ബിഫോർ കോമ്പൗണ്ട്സ് വി ഡിസ്കസ്ഡ് അബൌട്ട് എലമെന്റ്സ്. അന്നേരം എലമെന്റ്സും കോമ്പൗണ്ട്സും നമ്മൾ പ്യുവർ സബ്സ്റ്റൻസിന്റെ അണ്ടർ കവർ ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താ പറയുന്നത് നെക്സ്റ്റ് സെക്ഷൻ ആണ്, ദാറ്റ് ഈസ് മിക്സ്ചേഴ്സ്. ഓക്കെ, അന്നേരം ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എന്താണ് ടൈപ്സ് ഓഫ് മിക്സ്ചേഴ്സ്, എന്തൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മിക്സ്ചേഴ്സ് ആർ ദർ, ലൈക്ക് ഹൗ വി ആർ ഗോയിങ് ടു ക്ലാസിഫൈ മിക്സ്ചേഴ്സ്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ്. എന്ന് വെച്ചാൽ ഇതൊരു ജസ്റ്റ് ഒരു ബ്രീഫ് ടോപ്പിക് ആണ്, ബട്ട് ഇറ്റ് വിൽ ഹെൽപ്പ് യു അണ്ടർസ്റ്റാൻഡ് the remaining things in a better way. So this is a very short topic which we'll be discussing the last. So നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് നമ്മളിപ്പോൾ ഒരു ചാപ്റ്റർ 2 എന്തൊക്കെ പഠിച്ചെന്നുള്ളതിന് ജസ്റ്റ് ഒരു പെട്ടെന്ന് നമുക്ക് റീകോൾ ചെയ്യാം. അന്നേരം നമ്മൾ ആക്ച്വലി ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചായിരുന്നു, ദാറ്റ് വാസ് ഓൾ അബൌട്ട് മാറ്റർ, റൈറ്റ്? അത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മളുടെ ക്വസ്റ്റ്യൻ, നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ദാറ്റ് ഇസ് മാറ്റർ അറൌണ്ട് അസ് പ്യുവർ. ഓക്കെ, സോ നമ്മളുടെ സറൗണ്ടിങ്സ് ഉള്ള മാറ്റർ എത്ര പ്യുവർ ആണെന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. സോ നമ്മൾ അവിടെ മാറ്ററിനെ like some of them are pure and some of them are not, right? So അതായിരുന്നു അവിടെ നിന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്തു as pure substances and mixtures. പിന്നെ പ്യുവർ സബ്സ്റ്റൻസിനെ നമ്മൾ ഫർദർ എലമെന്റ്സും കോമ്പൗണ്ട്സും ആയിട്ട് ക്ലാസിഫൈ ചെയ്തായിരുന്നു. പിന്നെ വിതിൻ എലമെന്റ്സ് നമ്മൾ എലമെന്റ്സിനെ എന്താ പറയുന്നത് മെറ്റൽസ്, നോൺ മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സ് ആയിട്ട് ഫർദർ ക്ലാസിഫൈ ചെയ്തായിരുന്നു. സോ till now നമ്മൾ പ്യുവർ സബ്സ്റ്റൻസിന്റെ അണ്ടറുള്ള എല്ലാ ടോപ്പിക്സും കവർ ചെയ്ത് കഴിഞ്ഞു. അത് ലൈക്ക് ദ ലാസ്റ്റ് വൺ വാസ് കോമ്പൗണ്ട്സ്. സോ this section is all over. So now we have to focus towards this side, that is all about mixtures. So നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മിക്സ്ചേഴ്സ് എന്താണെന്നും മിക്സ്ചേഴ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും as two categories. One is homogeneous mixtures and the other one is heterogeneous mixtures. So that is what is going to be coming in this video today. So let's move ahead. So first of all, mixtures എന്താണെന്നുള്ളതിനെ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, സോ മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്, മിക്സ്ചർ ഇസ് എ മെറ്റീരിയൽ വിച്ച് കൺസിസ്റ്റ് ഓഫ് ടു ഓർ മോർ പ്യുവർ സബ്സ്റ്റൻസസ്, and that can be elements or compounds which are not chemically combined but are physically mixed in any proportion. നമ്മൾ പഠിച്ചായിരുന്നു കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന മോളിക്യൂൾസ് കൂടുമ്പോൾ, ഒരേ ടൈപ്പ് മോളിക്യൂൾസ് കൂടുമ്പോഴാണ് നമുക്ക് കോമ്പൗണ്ട്സ് കിട്ടുന്നത്. ആൻഡ് ദാറ്റ് molecules were formed when the elements were combined in a fixed ratio by mass. Okay, but then ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളുടെ മിക്സ്ചർ എന്ന് പറയുന്നത് പല എലമെന്റ്സ് അല്ലെങ്കിൽ കോമ്പൗണ്ട്സിനെ നമ്മൾ എന്താ പറയുന്ന ഒരു ഫിസിക്കൽ മീൻസ് ത്രൂ മിക്സ് ചെയ്യുവാണ് in any proportion. There is no rule of this is to this ratio നമ്മൾ ആ componentsനെ ഫിക്സ് ചെയ്യുമെന്ന്. ഓക്കെ, സോ എന്തെങ്കിലും ഒരു കോമ്പൗണ്ട് എ അല്ലെ കോമ്പൗണ്ട് ബി എടുത്തതിന് നമ്മൾ ഫിസിക്കൽ മീൻസ് ത്രൂ ഫിസിക്കൽ what to say, in a physical way you can mix it, like what to say I just take some amount of sand and then sugar, okay, and then just mix it together using my hands and you have a mixture there. So here are some of the examples of mixtures, like നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള lemonade, okay, നാരങ്ങ വെള്ളം, right? In that's a mixture of water and the lime juice. Okay, that's an example of, and sugar for that matter. Okay, that's a mixture. Then oil and water, you all must have seen this thing, right? So that's a mixture of oil and water. Pinne milk is a mixture where it has that lactose milk component and water content in it. That's a mixture. Then the soft drinks which you love to have, means the water component in it and the flavor syrup, whatever syrups you use to add that flavor into it,
and the carbon dioxide which is dissolved into it. Okay, so these they all form a mixture. So that's an example of a mixture. Then the air you breathe. Air is a very good example of mixture. It consists of various kinds of gases like oxygen, hydrogen, nitrogen, and various types of oxides. And അതെല്ലാം കൂടെ കൂടി form ചെയ്യുന്ന ഒരു mixture ആണ് air എന്ന് പറയുന്നത്. Right? So these are some of the few examples of mixtures. Now let's move ahead and discuss about how we classify mixtures. So mixtures ne namakku broadly homogeneous mixtures and heterogeneous mixtures ആയിട്ട് classify ചെയ്യാം. So let's take one topic in a row and then we'll discuss it in detail. So let's start with homogeneous mixtures. Homogeneous mixtures ൽ എന്താന്ന് വെച്ചാൽ അതിന്റെ components എന്ന് പറയുന്നത് uniformly mixed ആയിരിക്കും. Okay, uniformly mixed ആയിരിക്കും. So there is no boundary of separation between them. Okay, എന്ന് പറഞ്ഞാൽ നല്ല evenly distributed ആയിരിക്കും രണ്ട് componentsന്റെ constituents and there is no like boundaries of separation between them. Okay, and generally homogeneous mixtures are all in one phase. Okay, like either in solid, liquid or gas, it will be in one phase. Then all homogeneous mixtures are solutions. Now solutions is a new term for you. Solutions is altogether a big topic and it's a very interesting topic. Don't worry about it. Just for time being, you just keep it in mind that all homogeneous mixtures are called solutions. നമ്മൾ സൊല്യൂഷൻസിന് വേണ്ടി ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും, ബിക്കോസ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് ഒത്തിരി കോൺസെപ്റ്റ്സും ഉണ്ട് വിച്ച് ആർ വെരി യൂസ്ഫുൾ ഫോർ യു when it comes to higher classes, like when you will be studying in 11th and 12th and all. And then solutions ഒത്തിരി ന്യൂമെറിക്കൽസ് കാണും that you will enjoy doing. So നമ്മൾ സൊല്യൂഷൻസിന് വേണ്ടി വേറൊരു വീഡിയോ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും. So we'll discuss all the details about solutions. Okay, so homogeneous mixtures nu parayumba inde components uniformly mixed aayirikkum. There will be no boundaries of separation. Like when I say boundaries of separation nu parnal ipo nammal njan munpe ningalku kaanichu thanna example oil and water, right? Avade nu parayumba adu oru homogeneous mixture alla, endu vechal oil num water num edakku oru boundary namakku feel cheyam. You can see that, right? And it's not just about the like you can see the boundary, the separated boundaries through naked eyes. Namakku see if we can, like when I say njan ippam parayuaki I can see the boundaries of separation nu parayumba just naked eye arikilla, even microscopic level il namukku kaanan pattuvengil we can say that the boundaries there exists a boundary of separation, because there korchu engante examples um kaanum where namukku nammalde naked eye vision the level namukku aa separations kaanan pattathilla, but then you can definitely figure it out using a microscope. Okay, so നമ്മൾ പഠിച്ചു homogeneous എന്ന് പറയുന്നതിന്റെ components uniformly mixed ആണ് and there is no boundaries of separation and mostly they are in one phase. And then all homogeneous mixtures എന്ന് പറയുന്നത് solutions ആണ്. Solutions നമ്മൾ detail ആയിട്ട് പിന്നെ പഠിക്കും. So let's see some examples. Examples എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യത്തെ എക്സാമ്പിൾ ആണ് ഷുഗർ സൊല്യൂഷൻ. എന്ന് പറയുമ്പോൾ ഷുഗറിന്റെ കോമ്പോണൻസും വാട്ടറും നല്ലതായിട്ട് മിക്സ് ആയി കഴിയുമ്പോഴത്തേക്ക് അവർ നല്ല യൂണിഫോംലി ഈവൻലി മിക്സ്ഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഭാഗത്തുനിന്ന് ആ സൊല്യൂഷന്റെ എടുത്ത് നമ്മൾ ടേസ്റ്റ് ചെയ്യുവാണെങ്കിൽ ആ ഷുഗറിന്റെ ടേസ്റ്റ് ആ സ്വീറ്റ്നെസ് ഒരേപോലെ തന്നെയായിരിക്കും. That explains that it's uniformly mixed അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഒരു ബൗണ്ടറി ഓഫ് സെപ്പറേഷൻ നമുക്ക് കാണാൻ പറ്റത്തില്ല. Okay, the next example is miscible liquids. Miscible liquids എന്ന് പറഞ്ഞാൽ ഒരു ലിക്വിഡിനകത്ത് മറ്റേ ലിക്വിഡ് നന്നായിട്ട് മിക്സ് ആകാൻ പറ്റുന്നതിനാണ് miscible liquids എന്ന് പറയുന്നത്. ലൈക്ക് ഞാൻ ഓയിൽ വാട്ടറിന്റെ കാര്യം പറഞ്ഞു, അത് miscible liquids അല്ല. എന്ന് വെച്ചാൽ they never mix well, right? നമ്മൾ ഭയങ്കരമായിട്ട് സ്റ്റർ ചെയ്താലും കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് സെപ്പറേറ്റ് ലെയേഴ്സ് ആയിട്ട് ഫോം ചെയ്യും. അതേസമയത്ത് miscible liquids അങ്ങനല്ല. എന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു ഒരു 1 ബോളിനകത്ത് ഇച്ചിരി വെള്ളം എടുത്തു, അതേപോലെ തന്നെ അതേ സെയിം എമൗണ്ട് നമ്മൾ കുറച്ച് ആൽക്കഹോൾ എടുത്തു, രണ്ടും കൂടെ മിക്സ് ചെയ്യുക, റൈറ്റ്? സോ you all know that alcohol and water mixes well. So that is an example of miscible liquids. So miscible liquids എന്ന് പറയുന്നത് homogeneous mixtures ആയിരിക്കും. പിന്നെ വരുന്നതാണ് alloys. Alloys എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് ഡിഫറെന്റ് മെറ്റൽസിനെ മിക്സ് ചെയ്യുവാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് alloys കിട്ടുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ബ്രാസ്. ബ്രാസ് എന്ന് പറയുന്നത് സിങ്ക് എന്ന് പറയുന്ന മെറ്റലും കോപ്പർ എന്ന് പറയുന്ന മെറ്റലിലെയും കൂടെ നമ്മൾ മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു പുതിയ alloy കിട്ടുന്നത്. അതിന്റെ പേരാണ് ബ്രാസ്. So that is also an example of homogeneous mixture. Okay, now let's move on to heterogeneous mixture. Heterogeneous mixture എന്ന് പറഞ്ഞാൽ it's almost like opposite to that of homogeneous mixtures. എന്ന് പറഞ്ഞാൽ അതിന്റെ components എന്ന് പറയുന്നത് not thoroughly mixed. They are not thoroughly mixed. Okay, ഒരു
നല്ല യൂണിഫോംലി അതിനൊരു മിക്സ് ആകത്തില്ലത്. പിന്നെ there are visible boundaries of separation. നമുക്ക് അതിന്റെ കമ്പോണൻസ് തമ്മിലുള്ള ഒരു വിസിബിൾ ബൗണ്ടറി ഓഫ് സെപ്പറേഷൻ കാണും. മേ ബി നമുക്ക് അത് naked eye കാണാം. Like oil and water is an example of heterogeneous mixture where you can see that separation. നമുക്ക് അതിന്റെ തമ്മിലുള്ള ആ ഒരു ബൗണ്ടറി ഓഫ് സെപ്പറേഷൻ വളരെ വിസിബിൾ ആണ്. പക്ഷെ അതേ സമയത്ത് there are examples where you won't be able to see it through your naked eyes. നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ വിഷനിൽ കാണാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല. നമുക്ക് അതിനെ മൈക്രോസ്കോപ്പിന് അണ്ടർ വെച്ച് നോക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ബൗണ്ടറി ഓഫ് സെപ്പറേഷൻ കാണാൻ പറ്റും. സോ ആ മെത്തേഡിൽ കാണാൻ പറ്റുവാണെങ്കിൽ പോലും നമുക്ക് പറയാം they are heterogeneous mixtures. Then mostly heterogeneous mixtures എന്ന് പറയുന്നത് 2 or more distinct phases-ലായിരിക്കും, one phase-ലായിരിക്കില്ല. പക്ഷെ there are some exceptions. ലൈക്ക് നമ്മളിപ്പം കുറച്ച് ഷുഗർ സാമ്പിൾ എടുത്തു, അതിലോട്ട് കുറച്ച് സാൻഡ് മിക്സ് ചെയ്തു, നമ്മൾ മിക്സ് ചെയ്ത് എത്രയൊക്കെയാന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ നേക്കഡ് ഐ പോകുമ്പോൾ നമുക്ക് തോന്നും ഒരേപോലെ മിക്സ് ആയിരുന്നു. പക്ഷെ നോ, they won't be. ആൻഡ് പക്ഷെ രണ്ടും സോളിഡ് ഫേസിലാണ്. ഓക്കെ, സോ ഇറ്റ്സ് വൺ ഫേസ്. ബട്ട് ദെൻ ലൈക്ക് മോസ്റ്റ്ലി യു ക്യാൻ സേ ദാറ്റ് heterogeneous are in two or distinct phases. പക്ഷെ there are examples of like heterogeneous mixtures both being in the same phase as well. Then the next thing is all about colloids and suspensions. Colloids and suspensions, again it's a new word like solutions for you. Colloids and suspensions are altogether a different topic. I'll be putting a video totally dedicated for colloids and suspensions after this video. You'll be having that video coming soon. അതെന്ന് പറയുന്നത് heterogeneous mixtures ആണ്. കൊളോയിഡ്സും സസ്പെൻഷൻസും heterogeneous mixtures ആണ്. ഓക്കെ, ദെൻ സോ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. അതെന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ആക്ച്വലി നമ്മളുടെ ഇവിടെ ന്യൂ വേർഡ്സ് വന്നിരിക്കുന്നത് സൊല്യൂഷൻസും കൊളോയിഡ്സും സസ്പെൻഷൻസും ആണ്. അത് in itself is a different topic. കാരണം നമ്മൾ ആദ്യം സൊല്യൂഷൻസ് എടുത്ത് പഠിക്കുന്നതായിരിക്കും, പിന്നെ അത് കഴിഞ്ഞ് it will be followed by colloids and suspensions. എന്ന് പറഞ്ഞാൽ നമ്മൾ സൊല്യൂഷൻസിന് വേണ്ടി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ colloids and suspensions together after solution ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. So you can follow it up there. Okay, so don't worry about it now. But remember that solutions എന്ന് പറയുന്നത് homogeneous mixtures ആണ്, colloids and suspensions എന്ന് പറയുന്നത് heterogeneous mixtures ആണ്. പിന്നെ നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഷുഗർ ആൻഡ് സാൻഡ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഓൾറെഡി. then immiscible liquids. immiscible liquids എന്ന് പറഞ്ഞാൽ obviously miscible liquidsന്റെ ഓപ്പോസിറ്റ്, റൈറ്റ്? സോ ഞാൻ miscible liquids എന്ന് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ രണ്ട് ലിക്വിഡ്സും മിക്സ് ആവും, ലൈക്ക് വാട്ടർ ആൻഡ് ആൽക്കഹോൾ. പക്ഷെ അതേ സമയത്ത് ഞാൻ കുറച്ച് കെറോസിൻ ഓയിലും വെള്ളവും കൂടെ എടുത്ത് മിക്സ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് പറ്റത്തില്ല, റൈറ്റ്? നമ്മൾ നല്ലതായിട്ട് സ്റ്റിർ ചെയ്ത് കഴിഞ്ഞാൽ പോലും കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് രണ്ട് സെപ്പറേറ്റ് ലെയർ ആയിട്ട് ഫോം ചെയ്ത് കിടക്കും, like blue layer and that water color layer, right? So adinu parayunana immiscible liquids, mix agatha liquids. Okay, immiscible liquids. Then comes muddy water. Muddy water ennu parayunnathu oru heterogeneous mixture aanu. So ayinathu clayed particle അതിൽ വെള്ളത്തിനകത്ത് കിടക്കുന്നതാണ് എന്താ പറയുന്നത് മഡി വാട്ടർ എന്ന് പറയുന്നത്. ദാറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് കൊളോയിഡ്, ബട്ട് വിൽ ഡിസ്കസ് ദാറ്റ് ഓൾ ഇൻ ഡീറ്റെയിൽ. ദെൻ സ്മോക്ക് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഓഫ് heterogeneous mixture. In smoke what happens is it's all about like air. നമ്മുടെ എയറിന്റെ കൂട്ടത്തിൽ തന്നെ കുറേയേറെ കാർബൺ പാർട്ടിക്കിൾസ് കാണും. Okay, that's what make it a heterogeneous mixture. ഒരു യൂണിഫോം രീതിയിലല്ല അത് മിക്സ് ആവുന്നത്, പക്ഷെ those two are the components which make smoke. So this is all about homogeneous mixture and heterogeneous mixtures. Now let's discuss about physical change and chemical change. That's an important thing, but like oru highlighted topic alla, പക്ഷേ that is something which you need to understand in order to understand the remaining important topics. Okay, so നമുക്ക് നോക്കാം physical and chemical change എന്താ. So don't worry about learning too many things. Just remember these 3 points, and I think that will be more than enough for you guys to understand what physical and chemical changes are and how they are different. So physical change എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ physical properties ആണ് അവിടെ ചേഞ്ച് ആവുന്നത്. Okay, physical aspects like for example നമ്മൾ എന്താ പറയുന്നത് നമ്മളുടെ ഐസ് വെള്ളത്തിലോട്ട് കൺവേർട്ട് ആവുക, solid to liquid. That's a physical change. Okay. Then അവിടെ ഒരു ചേഞ്ചിൽ ഒരു ന്യൂ സബ്സ്റ്റൻസസ് നമുക്ക് യൂഷ്വലി ഫിസിക്കൽ ചേഞ്ചിൽ ദർ ഇസ് നോ ഫോർമേഷൻ ഓഫ് ന്യൂ സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കെമിക്കൽ ചേഞ്ച് ഒരു കെമിക്കൽ റിയാക്ഷൻ അല്ലെ ന്യൂ കെമിക്കൽ ഫോർമേഷൻ നമുക്ക് കാണാൻ പറ്റത്തില്ല. ആൻഡ് ദെൻ ദിസ് ചേഞ്ച് ഇസ് ടെമ്പററി
and it is reversible. Like നമ്മൾ ഐസിനെ വെള്ളത്തിലോട്ടാക്കി എങ്ങനെ ഹീറ്റ് സപ്ലൈ ചെയ്ത് അതേപോലെ തന്നെ അതിനെ നമ്മൾ കൂൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് പിന്നെ ഐസായി ഫോം ചെയ്യും, റൈറ്റ്? സോ ദാറ്റ്സ് an example of physical change. So physical change എന്ന് പറയുന്നത് it's all about changing its physical properties, and then there is no formation of new substances, and the changes are temporary and they are reversible. Okay, so example എന്ന് പറയുന്നത് ഒന്ന് ഞാൻ പറഞ്ഞു ice to water, water to steam. That's an example of physical change. Then നമ്മുടെ solution form ചെയ്യുക, like say ഞാൻ കുറച്ച് ഷുഗർ എടുത്തു വെള്ളത്തിൽ അതിൽ ഡിസോൾവ് ചെയ്തു, ദാറ്റ്സ് എ ഫിസിക്കൽ ചേഞ്ച്. എന്താന്ന് വെച്ചാൽ ഇറ്റ്സ് റിവേഴ്സിബിൾ. ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ എന്താ പറയുന്നത്, ഷുഗർ വെള്ളത്തിലോട്ട് ഡിസോൾവ് ആയി, entire thing is now in a liquid phase. And apart from that, there is no new substance formed there, right? It's a temporary change. You can reverse it back. നമുക്കൊന്നുമില്ല, ആ സൊല്യൂഷനെ എടുത്ത് നമ്മൾ കുറച്ചതിനെ കുറേ നേരം അതിനെ ഹീറ്റ് ചെയ്ത വെള്ളത്തിനെ മുഴുവൻ ഇവാപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ you'll get back your sugar. So that's a chemical that's a physical change. പിന്നെ എന്താ പറയുന്നത്, സപ്പോസ് നമ്മളുടെ കയ്യിലിരിക്കുന്ന ഒരു ഗ്ലാസിന്റെ ഒരു ബോട്ടിലാണ്, ഓക്കെ, and suddenly I just dropped it and it's all shattered. So do you say it's what do you think, is it a physical change? Yes, it is, because അതിന്റെ ആ ഗ്ലാസിന്റെ ആക്ച്വലി ഷേപ്പും സൈസും മാറിയെന്നേ ഉള്ളൂ, പക്ഷെ അതിന്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് ഇന്നും അത് തന്നെയാണ്. എവറി പീസ് ഇസ് മേഡ് അപ്പ് ഓഫ് ദ സെയിം തിങ്. It's just this there is a change in size and shape of it. Earlier it was in the shape of a bottle, now it's in the shape, it's just in random shapes. Okay, so that's an example of what to say, physical change. Okay, so that's all that I'm going to discuss about physical change. Now let's move on to chemical change. So chemical change എന്ന് പറയുമ്പോൾ there will be a change in its chemical properties. Okay, എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, there will be what to say, new substances being formed. There will be new things, like once that change happens, you can see that new substances are formed which will be having that will be having identity very much different from the thing what we started with. Like ipo njan oru magnesium ribbon edukukana, okay, for magnesium ribbon, let's say not we leave that example for some other time, because maybe you guys don't know what it is, or you might be knowing from your junior science labs. But then let's just take an example, paper. Let's just consider a piece of paper. If you burn that piece of paper, okay, so അത് ബേൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്താ പറയുന്നത്, കാർബൺ ഡയോക്സൈഡ് റിലീസ് ആവും, വാട്ടർ വേപ്പർ, സ്മോക്ക് ഇസ്, യു ക്യാൻ സീ സ്മോക്ക്, ആൻഡ് ദെൻ ആഷ് ഇസ് ഫോംഡ്. ഓക്കെ, സോ അതെന്ന് പറയുന്നത് ഒരു physical change alla, that's a chemical change. Okay, new things are formed, carbon dioxide is released, water vapor, and then smoke, which consists of various other carbon particles. Okay, and then that's a permanent change, and then that's irreversible, right? Once നമ്മളൊരു പേപ്പർ പീസിനെ കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക്, can you get it back as it was before? Obviously not, right? So that's an example of a chemical change. അതുപോലെ തന്നെ നമ്മളെല്ലാവരും കാണുന്നതാണ്, നമ്മളുടെ വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ അയൺ ഇരുമ്പും കൊണ്ടുണ്ടാക്കിയ എന്തെങ്കിലും ആർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ നമ്മളപ്പോൾ അതിനെ ഓപ്പണിൽ മഴക്കാലത്തൊക്കെ വിട്ട് അവിടെ എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കാണും അവിടെ റസ്റ്റ് ഫോം ചെയ്യും. സോ ദാറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് കെമിക്കൽ ചേഞ്ച്. എന്ന് വെച്ചാൽ നമ്മളുടെ അയണിന്റെ കോൺസ്റ്റിറ്റ്യുവൻസ് അല്ല റസ്റ്റ് ഫോം ചെയ്യുന്ന, ആ ഒരു ബ്രൗണിഷ് റെഡിഷ് ആയിട്ടുള്ള ഒരു കളറിലല്ലേ റസ്റ്റ് ഫോം ചെയ്യുന്നത്. That's altogether different that's different thing. Okay, the chemical composition of that is different from the article which you left initially. So and that's not a reversible process, that's a permanent change. And that new thing formed is having altogether a different behavior from what it was originally. Okay, so that's a chemical change. So here these are some of the some examples of chemical change that I have introduced to you. Now you can look around yourself and try to figure out the changes around you, and try classifying which one is a chemical change or which one is a physical change. That will be really a good interesting activity for you guys. So that's all for this video. Soon we'll be coming up with a very interesting topic. Actually, I was waiting for you for this topic to be
introduce, that is all about solutions. We'll be discussing about solutions. They are very these are like the topics that will be covering in solutions is very extremely important for you guys, even when it comes to your higher classes. And it's very interesting as well, with a lot of numericals and all that. I'll be covering all the important, like all varieties of numericals all together, so I guess you'll love it. So don't yeah, do follow up with the next video, because that's very important, and that's a topic where you can like score very well. And obviously you will have definitely 100% you will have questions from topic, that topic solutions. Okay, so I hope that's it for that's all for today. So I hope you love like the video today. So don't forget to like, share, and subscribe. And if you have specific doubts and all, don't hesitate. Do feel free to put it in the comments section. Okay, so thank you. Bye.